നീ നല്ല മോള. നിനക്ക് മാത്രമേ ഈ കുടുംബത്തെ എന്നോട് സ്നേഹമുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. പക്ഷെ അച്ഛമ്മ എന്നെ കാണേണ്ട പോലെ കാണണം. ഉവ്വ കാണേണ്ട പോലെ തന്നെ കണ്ടോളാം. ഇവിടെ എന്തോ നല്ല പരിചയമുള്ളൊരു മണം. കണ്ടുകൂടെ തൈലം പുരട്ടുന്നത്? ഒന്ന് കാണിച്ചേ. അയ്യോ, ഇതെന്നെ കാണാതെ പോയ ഹെയർ ഓയില്. ഓടർക്ക എന്റെ പ്രകാശമോൻ കൊണ്ടു തന്നതാ. ഏതോ വിശിഷ്ടായ തൈലാന്ന് പറഞ്ഞു. എടി, നിനക്ക് ഇതിന്റെ മണം മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായ, നേരത്തെ മനസ്സിലായതാ. നിന്റെ ഹെയർ ഓയിൽ ആയിരുന്നില്ലേ? ആ, പിന്നെ ഞാൻ ഉപയോഗിക്കുന്നതാണ്, എനിക്കറിയത്തില്ലേ. എവിടെ നോക്കട്ടെ. ഇന്ന് ഞാൻ അവനെ ശരിയാക്കും. അച്ഛന്റെ കാര്യം പോക്ക. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോൾ. അമ്മയെ നോക്കി വരുമായിരുന്നു. എന്തിന്? മറന്നുപോയോ? മുട്ടുവേനയ്ക്കുള്ള തൈലം മേടിക്കണ്ടേ? അതിനുള്ള പൈസ താ. കൊടുക്കച്ചമ്മ പൈസ. ഇതെന്തിനാ? ഈ സാമ്പിളിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. അവിടെ ചാക്കവും വൈദ്യുതി ചെന്ന് പറഞ്ഞാൽ മതി. അമ്മയ്ക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ അപ്പം മരുന്നെടുത്ത് തരും. പൈസ കൊടു. വേണ്ടെന്നേ. നീ എന്നെ തലത്തേക്ക് എണ്ണ ഞാൻ പറ്റിച്ചല്ലടാ. വേണ്ട, ഓടരുത്. മുട്ടുവേദനയുള്ള എന്റെ പൊന്നെ, മുട്ടുവേദനയുള്ള വീഴും. ഞാൻ ഇന്ന് ശരിയാക്കി തരാടാ. ഏട്ടാ, നീ ഇനി കുടുംബത്തെ കയറത്തില്ലടാ. അമ്പടാ അവിടെ നിക്കടാ. നീ അങ്ങടാ കേറില്ലടാ. നീ ഇവിടെ കേറില്ലടാ. ആ മുറിയിരുന്ന് കുഴമ്പെടുത്തോടി. നീ എന്തോന്ന് നോക്കുന്നു ഇത്ര? ഇത് മുഴുവനെ തെറ്റിച്ചില്ലേ? എടി, അത് അവിടെ കാണാത്തോണ്ടല്ലേ ഞാൻ നിന്നോട് ചോദിച്ചത്. നിങ്ങളെ കോയമ്പൊന്നും കണ്ടിട്ടില്ല. നിന്റെ കുടുംബശ്രീയിൽ ഇതൊന്നും എഴുതാൻ വേറെ ആരും ഇല്ലടി. എൻ്റെ അമ്മ എന്നെ പോലെ കഴിവുള്ള ആരാ ഉള്ളത്? അതുകൊണ്ടല്ലേ എന്നെ പിടിച്ച് ഈ സ്ഥാനത്തല്ലേ എത്തിയത്. ഇത്ര ഗതികെട്ടാണോ ഇതിവിടെ ഈ കുടുംബശ്രീ? നീ എന്തുവാടി നോക്കുന്നത്? അല്ല, ഇത് 1 ആണോ 7 ആണോ എന്നൊരു സംശയം പോലെ. ഇത് 7 അടി കൊച്ചേ. അല്ല, ഇത് 1 തന്നെയാണ്. അല്ലാന്നേ, അത് 7 ഓ, കണ്ടുപിടിക്കില്ലേ നിനക്ക്? കണ്ടോ? ദേ സത്യം. പിന്നെ ഫോൺ അടിക്കുമ്പോ അല്ലേ സത്യല്ലേ? മോളെ സരിതേ, എന്തുണ്ടടി വിശേഷം? ഓ, സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയൊക്കെ ഉണ്ട്? ഓ, ഇവിടെ പിള്ളേരൊക്കെ പോയിടി, പണിക്കൊക്കെ പോയി. അവനവിടെ അങ്ങനെ പുറിയിലുണ്ടാവും. ശരി. ഇന്ന് വരുമോ? എനിക്ക് എന്തിനടി ഇതൊക്കെ മേടിച്ചു കൊടുത്തായിരുന്നു? ചുമ്മാ വേറെ പണിയൊന്നുമില്ല. ആശോളയാണ്. ശരി, ഞാൻ വരുമ്പോൾ മേടിച്ചു വെച്ചേക്കാം. ഓക്കെ. എൻ്റെ മോള് സരിതയടി വിളിച്ചത്. ഏത് സരിത? ഞാൻ പറഞ്ഞില്ലടി, എന്റെ മോളാ സരിത. നിനക്ക് ചെവിട് കേട്ടൂടതായോ? ഓ, സരിത. സരിത. നിനക്ക് എത്ര സരിതമാരെ അറിയാല്ലെങ്കിൽ തന്നെ. എനിക്ക് കുറെ സരിതമാരെയല്ല അറിയാം. ഒരുപാട് സരിത. എന്തിനാ വിളിച്ചേ? അതെ, എനിക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. എന്ത് സർപ്രൈസ്? അതെ, അത് ഞാൻ വരുമ്പം പറയാം. അവൾക്ക് എന്തെങ്കിലും പൈസക്ക് ആവശ്യം ഉണ്ടാവും. പിന്നെ പൈസക്കൊന്നും വരടി. വരുമ്പോ കണ്ടാ മതി നീ, കേട്ടാ. ഞാൻ എന്ത് കാണാൻ വേണ്ടി? നീയോ എനിക്കൊന്നും വാങ്ങിച്ചു തരുന്നില്ല. മറ്റുള്ളവർ എന്തെങ്കിലും വാങ്ങിച്ചു തരുന്നു പറഞ്ഞോണ്ട് നീ ഇങ്ങനെ അസൂയപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. അതമ്മ കിട്ടുമ്പോ പഠിച്ചോളൂ. കിട്ടുമ്പോ പഠിച്ചോളൂ. ഓ, നീ എന്നെ കുറെ പഠിപ്പിക്കാതിരിക്കുമല്ലേ? നിന്റെ കുറച്ചിൽ കേട്ടാ ഇപ്പൊ എല്ലാം നീ അങ്ങോട്ട് എനിക്ക് വാങ്ങി തരുന്നു. അപ്പൊ ഓടിയാണ്. അവരാവശ്യം വരുമ്പോ മാത്രല്ലേ അവര് കൊറിയറും അതും ഇതൊക്കെ അയച്ചിരുന്നത്. എടി, സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ടും സ്നേഹം തിരിച്ചു കിട്ടുള്ളൂ. അല്ലാതെ നിന്നെ പോലെ എപ്പോഴും എന്നെ കടിച്ചു കീറാൻ വരുന്ന പോലെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. എപ്പോൾ നോക്കിയാലും എൻ്റെ നേരെ കീരിയും പാമ്പുമായിട്ട് വരും. ഇല്ലാത്ത നോടെ എല്ലാം കൂടെ ചെറുക്കനോട് പറഞ്ഞു കൊടുത്തും പിള്ളേരോട് പറഞ്ഞു കൊടുത്തും എന്നെ അങ്ങോട്ട് ഈ വീട്ടിൽ ഒറ്റപ്പെടുത്തല. അതല്ലേ നിന്റെ പണി. അപ്പൊ ഞാൻ അമ്മേനെ സ്നേഹിക്കുന്നില്ല? സ്നേഹം കിടക്കുക. എന്നാ പിന്നെ സ്നേഹിക്കുന്ന മോളെ ഇങ്ങ് വിളിക്കും.
അവള് വരും. ഞാൻ ഒറ്റ വിളി വിളിച്ച അവൾ ഇവിടെ വരും. എനിക്കറിയാൻ മേലേ. അല്ല നിന്നെ പോലെ ഞാൻ വന്ന പിറ്റേന്ന് തന്നെ എല്ലാ സാധനവും എടുത്തിട്ട് പോകുന്ന കാണാം ഇവിടുന്ന്. ആര്? നിങ്ങളെ മോള്. അവക്ക് പിന്നെ അവരുടെ കുടുംബത്തിൽ പോകേണ്ടി. നീ തുറത്താനോ അടിപൊളി പറയുന്നത്? ഇവിടെ തന്നെ പൊറുക്കാണോ? നിന്നെ കൊണ്ടോ എനിക്ക് പുറത്തു മുട്ടി. ഓ നോക്കുന്ന നോട്ടം കണ്ടില്ലേ? ഞാൻ നാളെ എന്റെ വീട്ടിൽ പോട്ടാ. അയ്യോ ഇത് കുറെ നാളായി ഞാൻ കേൾക്കുന്നു. ഞാൻ അങ്ങോട്ട് പോകുന്നു. എന്തേ പോവാത്ത? ഇവിടെ കുത്തിയിരിക്കല്ലേ? ഞാൻ പോയി കഴിഞ്ഞാല് നിങ്ങൾ നിങ്ങളെ മോനെയും മക്കളെയും നോക്കിക്കോ. ഞാൻ എന്റെ മകനും ഞാനല്ല പിന്നെ ആരടി നോക്കുന്നത്? കരക്കാരി വന്ന് നോക്കൂ. ഞാനല്ലാതെ? ഞാനാ അവനെ പ്രസവിച്ച്. പിന്നെ ഞാൻ നോക്കട്ടെ എന്റെ കൊച്ചിനെ. അമ്മ എത്ര മണിക്കാ ഉറങ്ങി എണീക്കുന്നേ? വയസ്സാൻ കാലാകുമ്പോ ഇത്തിരി താമസിക്കും. വയസ്സൊക്കെ ആയിടി വേണ്ട എനിക്ക്. പിന്നെ നോക്കുന്നേന്ന് പറയരുത്. ആരാ 5 മണിക്ക് എണീച്ചിട്ട് ചായ വെക്കുന്നത്? ഓ ഒരു 5 മണിക്ക് എഴുന്നേറ്റ് ചായ വെക്കുന്നതിന് ഇത്രയും കൊടുന്ന് പറയണോ? എനിക്കറിഞ്ഞൂടാ. ഞാൻ എത്ര മണിക്കാ ഉറങ്ങുന്നത്? ഞാൻ നീ ഉറങ്ങുന്ന നോക്കിക്കൊണ്ടിരിക്കലല്ല എന്റെ പണി. പിന്നെ നിങ്ങൾ എന്തിനാ പറയുന്നത് ഞാനാ നോക്കുന്നേന്ന്? അയ്യോ ഇവിടെ ജീവിക്കാൻ അനുവദിക്കില്ലേ? അല്ല എനിക്കറിയാൻ വേണ്ടി വെക്കുക. നീ എന്തിന്റെ പുറപ്പാടി വേണ്ടേ? നിനക്കൊന്ന് മര്യാദക്ക് ഈ കുടുംബത്തിൽ ജീവിക്കാവോ? അല്ല എന്റെ തനി കുറങ്ങാണ്. അവള് വിളിച്ചിട്ട് ഇപ്പൊ എന്താ പറഞ്ഞേ? എന്നെ കുറ്റം പറഞ്ഞെന്നാ? നീ കേട്ടാ? അതുകൊണ്ട് ഇപ്പൊ എന്നോട് ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നേ? നീ മിണ്ടാതെ. അവൾ എന്താ പറയുന്നത് നീ കേട്ടോ? കേട്ടില്ല. ആഹാ കേൾക്കാത്ത കാര്യം വിളിച്ചു പറയുന്നതാണ് നിന്റെ. ഇല്ലാത്ത കാര്യം ഒന്നും പറയണ്ട. നിനക്ക് എവിടെ നോക്കിയാലും കുറ്റം മാത്രമേ ഉള്ളൂ. ആരോ അവിടെ ഒന്നും മിണ്ടിയ എന്റെ കുറ്റമാണോ പറയുന്നത്, ഇവിടെ മിണ്ടിയ എന്റെ കുറ്റമാണോ പറയുന്നത്? എന്തിനാടി? എന്തിനാ എവിടെ കിടന്ന സാധനത്തിനെ എന്റെ മാവും കൊണ്ടുവന്ന്? ഈശ്വരോ, എന്റെ സ്വർണ്ണ എല്ലാം തിരിച്ചു തന്നെ. അലമാരയിൽ എടുത്തു വെച്ചിട്ടില്ലേ? അലമാരി എടുത്തു വെച്ചിരിക്കുന്ന സ്വർണ്ണം നിനക്ക് ഞാൻ തരാനോ? തന്നെ, ഞാൻ പോയിക്കോളാം. എന്തോ പറയുന്നത്? അത് ലോക്കറിലിരിക്കുക. അത് മാത്രോ? ഇപ്പൊ സ്വർണത്തിന്റെ ഒക്കെ വില എന്താ? ഇനി ഇതിപ്പോ ഞാൻ എല്ലാം കൂടെ അവക്ക് എടുത്തു കൊടുക്കണോന്ന്? നിങ്ങൾക്ക് ലോക്കറിൽ വെക്കാൻ എന്റെ അച്ഛനമ്മയും സ്വർണം തന്നെ? എടി ലോക്കറി വെക്കുന്ന വെച്ചാൽ ഭായിമാരുടെ കേന്ദ്രമാ. വല്ലൂർ അടിച്ചോണ്ട് പോലെ എന്നെ തല്ലിയിട്ടു. അതാത് അവിടെ കൊണ്ട് ലോക്കറി വെച്ചിരിക്കുന്ന. അല്ലാതെ നിനക്ക് പെട്ട് ഒരുങ്ങി നടക്കാനല്ല. അപ്പൊ സ്വർണത്തിന്റെ വിലയല്ല നിങ്ങൾക്ക് അറിയാം? എനിക്കറിയാം. എന്നിട്ട് അന്യാന്റെ കെട്ടിയോനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്? നിന്റെ കെട്ടി എപ്പോഴും എന്റെ കെട്ടിയോന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് എന്റെ മകൻ കഴിഞ്ഞാൽ നിനക്ക് നിന്റെ കെട്ടിയോനാവുള്ളൂ. അത് മനസ്സിലാക്കുക. എപ്പോ നോക്കിയാലും എന്റെ കെട്ടിയോൻ പൊന്നെ. ഇവളെ ഞാൻ ഇന്ന് തല്ലി കൊന്നില്ല. ഞാൻ ഇനി ഈ ഭൂമിയിൽ ജീവിക്കില്ല. എന്തിനാ മരുമക്കളുടെ അടി കൊണ്ട് ജീവിക്കുന്ന നാശം കൊട്ടവളെ?